എലിമടയിൽ നിന്ന് പുലിമടയിലേക്ക് എന്ന് പറഞ്ഞ പോലെയല്ലേ ഇത്? ഈ ആഹ്ലാദത്തിന്റെ കാരണം ഗിരി രക്ഷപ്പെട്ടതുകൊണ്ടോ അതോ പഴയ കാമുക്ക് തിരിച്ചു വന്നുണ്ടോ? നീ പറയുന്നൊക്കെ മഹാപാപമാണ്. ഈശ്വരൻ പോലും സഹിക്കില്ലത്. ചിലപ്പോ ചിരിക്കും, ചിലപ്പം കരയും. വലിയ കഷ്ടായി പോയി. ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി അങ്ങോട്ട് ദുഃഖിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കാ വേണ്ടത്. കെട്ടിയോൻ ഇതുവരെ എത്തിയില്ലല്ലോ. ആഘോഷിക്കുകയായിരിക്കും. പൂർവകാമിയുടെ വരവ് മതിമറന്ന് ആഘോഷിക്കുകയായിരിക്കും. നോക്കിക്കോ, ചിലപ്പോ 4 കാലയിലായിരിക്കും വന്ന് കേറാൻ പോണത്. പെങ്ങളൊരുത്തി ഉണ്ടല്ലോ, ആങ്ങളെയും കൂട്ടി നേരെ പോയിരിക്കായിരിക്കും അവളുടെ അടുത്തേക്ക്. പഴയ കൂട്ടുകാരിയല്ലേ. പോരാത്തതിന് നിന്നോടിപ്പോ നല്ല വൈരാഗ്യം ഉണ്ടല്ലോ. ഈ അവസരം അവൾ ശരിക്കും ഉപയോഗിക്കാൻ പോയായിരിക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗിരി രക്ഷപ്പെട്ടില്ലേ കഞ്ചനമ്മേ? രേണുക തിരിച്ചു വന്നോണ്ടല്ലേ അത്? ഇല്ലായിരുന്നെങ്കിലോ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ മൂദേവിക്ക് അവളുടെ ഭർത്താവിനെയും കിട്ടി, ശ്യാമിന് പഴയ കാമുകയും കിട്ടി. അല്ലാതെ എന്താ വിശേഷം? കഞ്ചനമ്മേ, അതെ, ഗിരിമോൻ രക്ഷപ്പെട്ടു എന്നുള്ളത് നേര് തന്നെ. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിപ്പോ രേണുക തിരിച്ചു വന്നില്ലായിരുന്നെങ്കിലും ഗിരിമോന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഉപായല്ല വാരിത്ത് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇതിപ്പോ അതൊന്നും വേണ്ടി വന്നില്ലല്ലോ. അതെന്താ ഗംഗമോളെ, പെട്ടെന്ന് ഗംഗമോൾക്കൊരു മനംമാറ്റം പോലെ? മനംമാറ്റമൊന്നുമല്ല. കഞ്ചനാമ്മയ്ക്കറിയാലോ, എന്റെയും ഗാഥയുടെയും ഒരേ ഒരു ആങ്ങളെ ഗിരി എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതി അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോന്നേ. തിരിച്ചു കിട്ടാൻ പോന്നോ? എങ്ങനെ? എലിമടയിൽ നിന്ന് പുലിമടയിലേക്ക് എന്ന് പറഞ്ഞ പോലെയല്ലേ ഇത്? പുറത്തു വന്നാലും പൊറുക്കാൻ പോകുന്നത് അവളുടെ കൂടെയല്ലേ? കൊലക്കയറിന്ന് തൽക്കാലം രക്ഷപ്പെട്ടാലും അവളുടെ ജാതകദോഷത്തിലെ മരണയോഗം ഇനിയും അവൻ ഉണ്ടാകില്ലെന്ന് പറയാൻ പറ്റുമോ? തലയിൽ എഴുത്ത് എന്ന് പറയുന്നത് അമർത്തി ഒരച്ചാ മാറുന്നതാണോ മോളെ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുക, ഉള്ളതും ഇല്ലാത്തതും സമം. ദേ, ഗിരിമോനെ നമ്മുടെ വരുതിക്ക് നിർത്തണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക ആയുധം രേണുകയാ. ആ ആയുധമെടുത്ത് പ്രയോഗിക്കാൻ ഗംഗമോൾക്ക് മാത്രമേ കഴിയൂ. അത് വേണ്ടവണ്ണം പ്രയോഗിച്ചാൽ നമുക്ക് ജയിക്കാം. ശ്യാമു ശാലിനിയും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നെന്ന് മോള് ഗിരിമോനെ പറഞ്ഞ് ധരിപ്പിക്കണം. അതിന് രേണുകയെ അവൻ കരുവാക്കുകയായിരുന്നെന്ന് സമർത്ഥിക്കണം. എങ്കിലേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കൂ. വൈകിയാൽ ആപത്താണ്. മോളുടെയും ഗിരിയുടെയും എല്ലാം ജീവിതം തകരും. അതനുവദിക്കരുത്. ദേ, വന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനിയും മോള് വിഡ്ഢിയാകാൻ നോക്കരുത്. ചെല്ലേ ചെല്ലേ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ബാക്കിയെല്ലാം നിന്റെ കയ്യിൽ. ഹര ഹരോ ഹര. ഗംഗേ, അറിഞ്ഞില്ലേ? ദൈവം നമ്മളെ രക്ഷിച്ചു. നമ്മുടെ ഗിരി രക്ഷപ്പെടാൻ പോകുന്നു. ഇനി ഇപ്പൊ അപ്പീലിന്റെ ദേഹാർജിയുടെ ഒന്നും ആവശ്യമില്ല. സത്യ ഗംഗേ, ഞാനിപ്പോ ജയിലിൽ നിന്നാ വരുന്നത്. ഗിരിക്ക് ഉടനെ ജാമ്യം കിട്ടും. എന്താ ഗംഗേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറയുന്ന വിശ്വാസമായില്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? തുടരുന്നേ. ഈ ആഹ്ലാദത്തിന്റെ കാരണം ഗിരി രക്ഷപ്പെട്ടതുകൊണ്ടോ അതോ പഴയ കാമുക്ക് തിരിച്ചു വന്നുണ്ടോ? അതൊന്നും അറിഞ്ഞാ കൊള്ളാം. ഗംഗേ, വേണ്ട. അഭിനയം നന്നാവുന്നുണ്ട്, പക്ഷേ ഇനി അതെന്റെ മുമ്പേ വേണ്ട. അഭിനയോ? നീ എന്തൊക്കെയാ പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത്രയും കാലം രേണുകയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു? എന്നിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരാനായി ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കായിരുന്നില്ലേ? നിങ്ങൾ എല്ലാവരെയും ചതിക്കായിരുന്നു. എന്നെ ഗിരിയൊക്കെ ചതിക്കായിരുന്നു. നീ വെറുതെ. എനിക്കറിയാം, ഗിരിയാണ് രേണുകയെ കൊന്നതെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നിങ്ങളാ. മദ്യലഹരിയിൽ നിന്ന് വ്യാജേന എന്തൊക്കെ വിളിച്ചു പറഞ്ഞ് പാവം ഗിരിയിൽ കുറ്റബോധം ഉണ്ടാക്കിച്ചത് നിങ്ങളാ. കോടതിയിൽ അവനെ കൊണ്ട് നിങ്ങളെ കുറ്റം ഏറ്റു പറയിപ്പിച്ചു. ഒടുവിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ വേണ്ടി മാത്രം. നീ എന്തൊക്കെ പറയുന്നത്? ഞാൻ എന്തിനെന്നോ? എല്ലാവരുടെ കണ്ണ് മണ്ണിട്ടുകൊണ്ട് അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അതിനു വേണ്ടി മാത്രം. നീ പറയുന്നൊക്കെ മഹാപാപമാണ്. ഈശ്വരൻ പോലും സഹിക്കില്ലത്. അതെ, ഈശ്വരൻ പോലും സഹിക്കില്ല. അത്രയ്ക്ക് നീചതയാണ് നിങ്ങൾ കാട്ടിയത്. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ നിങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്? അന്ന് ഞാൻ കരുതിയില്ല.
ഇങ്ങനെ ഒരു ചതി അതിന് പിന്നിലുണ്ടാവുമെന്ന്. ഇനി എന്തിനു വഹിക്കണം? കൊണ്ടുവന്നോളൂ, കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നോളൂ. എന്നിട്ട് അവളോട് കുഞ്ഞിനോട് ഒത്ത് ഒരുമിച്ച് ജീവിച്ചോ. പക്ഷേ എന്റെ ജീവിതം തകർത്തുകൊണ്ട് എന്നെ കണ്ണീര് കുടിപ്പിച്ചോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിക്ക് ഇവിടെ ജീവിക്കാന്ന് കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്താടോ പണി തീരാറായില്ലേ? തീരാറായി സാറേ, ഇപ്പം തന്നേക്കാം. എടോ തൽക്കാലം ഒന്ന് ഓടിക്കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ പിന്നീടാവാം. അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകാൻ ഇറങ്ങിയതാ. മനുഷ്യന് മണിക്കെടുക്കണം. ചങ്ങാതി ഒന്ന് നിർത്തിക്കേ ചങ്ങാതി ഒന്ന് നിർത്തിക്കേ. ധനപാലൻ സാർ എന്താ ഇവിടെ? ആഹാ, ബൈക്ക് കേടായി പോയിടോ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. അല്ല, അതൊരു കണക്കിന് ഭാഗ്യമായി. അല്ലെങ്കിൽ എനിക്ക് സാറിനെ കാണാൻ പറ്റൂലായിരുന്നല്ലോ. എന്താടോ? അയ്യോ, അപ്പൊ സാറ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? സാറിന്റെ അനിയത്തി രേണുക കുഞ്ഞ് വന്നിട്ട് കാണാനൊന്നും പോയില്ലേ? അത് പിന്നെ ജോലി തിരക്കുണ്ടാടോ പോകാൻ പറ്റാത്തത്. ദേ ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ, അപ്പോഴാ വണ്ടി കേടായത്. ഞാൻ പോയി കണ്ടിട്ട് വരുന്ന വഴിയാ. ആഹാ, നീ പോയി കണ്ടു അല്ലേ? എന്നിട്ട് പറ എല്ലാം പറ. എന്നാലും ഇത്തിരി കഷ്ടമായി പോയി സാറേ. ദൈവം ഇത്രയും ക്രൂരത അതിനോട് കാണിച്ചല്ലോ. ഓ, കഷ്ടം. ബോധവും ഇല്ല, പൊക്കണവും ഇല്ല, ആരെ കണ്ടാലും തിരിച്ചറിയുകയുമില്ല. കേസും വഴക്കുമൊക്കെ ആയ പെൺകുട്ടിയല്ലേന്ന് കരുതിയാ ഞാനും അതിനെ കാണാൻ പോയത്. പോകണ്ടായിരുന്നു എന്നിപ്പോ എനിക്ക് തോന്നുന്നു. ഗിരിസാർ എന്തായാലും രക്ഷപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയതും കൊല്ലാൻ ശ്രമിച്ചതൊക്കെ ആരാന്ന് ആ പെങ്കൊച്ചെങ്ങനെ ഇനി കോടതി പറയും? ആരും തിരിച്ചറിയില്ല. സാർ ഇങ്ങനെ ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് ആ പെങ്കൊച്ചിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തോട്. കണ്ടാൽ മനുഷ്യൻ സഹിക്കില്ല. എത്ര നല്ലൊരു പെണ്ണായിരുന്നു എന്റെ ദൈവം തമ്പുരാനെ. എന്തായടോ? റെഡിയായി സാറേ, കുറച്ച് പണിയുടെ ബാക്കിയുണ്ട് സാർ. അതൊക്കെ ഇനി പിന്നെ ചെയ്യാടോ, ഇപ്പൊ ഇത് മതി. ആ ഫിലിപ്പോസേ, നമുക്ക് പിന്നെ കാണാം. ശരി സാറേ. ആ ശരി. അയ്യോ, ഓട്ടോ സാറോ? ആ തന്റെ മേടം ഉണ്ടോടോ അകത്ത്? ഉണ്ട് സാറേ. ഇതുവരെയായിട്ടും സാറിനെ ഇങ്ങോട്ട് കണ്ടില്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വന്നെന്നറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടാൻ നോക്കിയതാ, പറ്റിയില്ല. കേട്ടപാടെ ചാടി പുറപ്പെടാൻ പറ്റിയ ഫീൽഡ് അല്ലല്ലോ എൻ്റെത്. അറിയാം സാറേ, അതെനിക്കറിയാം. ജോലി തിരക്ക് കൊണ്ടാവാ ഇങ്ങോട്ട് വരാത്തതെന്ന് എനിക്കറിയാം. രേണുക കുഞ്ഞിന്റെ കാര്യം വലിയ ഗതികേടിലായി പോയല്ലോ സാറേ. ഞാനും ചെറുതായിട്ടൊക്കെ അറിഞ്ഞു. എന്താണോ ശരിക്കും പറ്റിയത്? എന്തു പറ്റിയതാണെന്ന് ആർക്കറിയാം സാറേ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ. തലയ്ക്ക് നന്നായിട്ട് ദണ്ണം തട്ടിയതാ. അനാഥാലയത്തിലെ മദറാ ആദ്യമായിട്ട് കണ്ടത്, ബാംഗ്ലൂരിൽ വെച്ച്. അറിഞ്ഞ ഉടൻ അരുന്ധതി മേഡം കൊണ്ട് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഇപ്പോഴെങ്ങനെ? അല്പമെങ്കിലും ആശ്വാസമുണ്ടോ? ഒരാശ്വാസവും ഇല്ല സാറേ. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പം കരയും. വലിയ കഷ്ടായി പോയി. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഒന്നും ഓർമ്മയില്ല. ആരെയും തിരിച്ചറിയാനാവുന്നില്ല സാറേ. പാവം ടീച്ചർ കരഞ്ഞും വിളിച്ചും എത്ര നാള് കാത്തിരുന്നു. എന്നിട്ടൊടുവിൽ മകളെത്തിയപ്പോ, അല്ല ഇനിയിപ്പോ തിരിച്ചു വന്നാലും
ടീച്ചറിനെങ്കിലും തിരിച്ചറിയുമോ രേണുക? ആർക്കറിയാം. ഈശ്വരന്റെ ഓരോ വികൃതികൾ. മീനാക്ഷി, കഷ്ടമായിപ്പോയല്ലേ? രേണുക വന്നപ്പോ ടീച്ചറമ്മ സ്ഥലത്തില്ലതായിപ്പോയില്ലേ? അറിഞ്ഞപ്പോ തന്നെ ഓടി വരണമെന്ന് വിചാരിച്ചതാ മോളെ. പറ്റിയില്ല. എന്റെ രാധിക മരിച്ചു. ടീച്ചറമ്മ എവിടെയാണെന്ന് ആർക്കും ഒരു തിട്ടവും ഇല്ല. രേണുകയ്ക്ക് നീ നമ്മളല്ലാതെ മറ്റാരാ ഉള്ളത്? ഒക്കെ വിധിയാ മോളെ. ദൈവം എൻ്റെ രേണുയോട് ഇത്ര ക്രൂരത കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ടീച്ചറമ്മയെ പറ്റി വല്ല വിവരവും കിട്ടിയോ മീനാക്ഷി? ആരോരുമില്ലാത്ത മീനാക്ഷിക്കും മുത്തുവിനും ടീച്ചറമ്മ എല്ലാം ആയിരുന്നില്ലേ? അപ്പൊ പിന്നെ മീനാക്ഷി ടീച്ചറമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ടീച്ചറമ്മ എങ്ങും പോകില്ലായിരുന്നു. മീനാക്ഷി വിഷമിക്കണ്ട. ടീച്ചറമ്മ താമസിയാതെ മടങ്ങി വരും. ഞാനും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതെ മീനാക്ഷി, ദേ ഞാനിപ്പോഴും അതിനുവേണ്ടി എല്ലാ ജില്ലകളിലേക്കും ഫോൺ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഹോ, എൻ്റെ ഒരു ഗതികേടെ. ചങ്കെടുത്ത് കാട്ടിയാലും ചെമ്പരത്തി പോകുന്നേ പറയൂലൂ.